ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ലവ് ലെറ്റർ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അതിനെ ലവ് ലെറ്റർ എന്ന് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിനെ അങ്ങനെയാണ് അതിൻ്റെ പേര്. പ്രത്യേകിച്ച് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും നമ്മൾ അകത്ത് ഈ ഫില്ലിംഗ് വെച്ച് ഉണ്ടാക്കുന്നതിനെ എല്ലാം ആ ഒരു കാറ്റഗറിയിലാണ് തരം തിരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ലവ് ലെറ്റർ എന്താണെന്ന് നോക്കാം. അതേപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. വളരെ ഫാസ്റ്റാണ്, വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ 200 ഗ്രാം തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. കൂടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഫ്രഷായിട്ട് തേങ്ങ ചിരകി എടുക്കുമ്പോൾ ഒരു അരമുറി തേങ്ങ എടുക്കേണ്ട ആവശ്യമേ ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾക്ക് അതിൻ്റെ സ്വീറ്റ്നെസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കൂട്ടി ഇട്ട് കൊടുക്കുക, അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൈദ ദോശ ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 4 തവി മാവ് മൈദ അല്ലെങ്കിൽ പ്ലെയിൻ ഫ്ലോർ ഞാൻ എടുക്കുന്നുണ്ട്. അതിന് കൊടുത്ത് വെള്ളം ചേർത്ത് നന്നായിട്ട് നല്ലൊരു ഫ്ലൂയി കൺസിസ്റ്റൻസി ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. കട്ടകളില്ലാതെ നന്നായിട്ട് അതിനെ ബാറ്റർ നല്ലൊരു ഫ്ലോയി കൺസിസ്റ്റൻസി ബാറ്ററായിട്ട് തയ്യാറാക്കി എടുക്കുക. ഇതായിരിക്കണം നമ്മുടെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഓരോ ദോശയായിട്ട് ഇനി നമുക്കിതിനെ ഒന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ചതിന് ശേഷം നന്നായി ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ തൂക്കി കൊടുത്തതിന് ശേഷം നമ്മളുടെ മാവ് 2 തവി മാവ് ഒഴിച്ചു കൊടുക്കുക. അതിനെ ഒരു ദോശ രൂപത്തിലാക്കിയതിന് ശേഷം വെയിറ്റ് ചെയ്യുക. ഒരു സൈഡ് നല്ലപോലെ വെന്തതിന് ശേഷം നമുക്ക് കാണാൻ പറ്റും വെന്തതിന് ശേഷം മറിച്ചിടുക. അപ്പോഴത്തേക്കും ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ ഫ്ലെയിം മീഡിയമിലായിരിക്കണം ഇരിക്കുന്നത്. അങ്ങനെ നമുക്ക് എല്ലാ ദോശകളും ചുട്ടെടുക്കുമ്പോഴത്തേക്കും ഓരോ ദോശ ചുട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഫില്ലിങ് നമുക്ക് ഈ തേങ്ങ ചിരകിയതും പഞ്ചസാര മിക്സ് ഈ ഒരു ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിനെ മടക്കിയെടുക്കാം. അതാണ് ലവ് ലെറ്റർ എന്ന് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളിയൊരു സംഭവമാണ്. നമുക്ക് ഒരുപാട് താമസം എടുക്കില്ല ഇതുണ്ടാക്കാനായിട്ട്. വെറും 5 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. ഒരു 5-6 ദോശ നമുക്ക് സൂപ്പറായിട്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും. നമ്മുടെ ലവ് ലെറ്റേഴ്സ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല സ്വീറ്റ് ആയതുകൊണ്ട് അവരൊരു മടിയും കാണിക്കില്ല കഴിക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും ഓൾ നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു ബെൽ ഐക്കൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞങ്ങൾ ഓരോ പ്രാവശ്യം ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ അടുത്ത് വരുള്ളൂ. ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവർക്ക് വെൽക്കം ടു അവർ അടിപൊളി ഫാമിലി. അപ്പോൾ എല്ലാവരും പോയി ഈ അടിപൊളി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം എൻ്റെ അടുത്ത് വന്ന് കമൻസൊക്കെ അറിയിക്കണം കേട്ടോ. അടുത്തൊരു അടിപൊളി എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.